മഴ കുറഞ്ഞിട്ടും വെള്ളമിറങ്ങാതെ കുട്ടനാട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ചമ്പക്കുളം വില്ലേജ് ഓഫീസും മങ്കൊമ്പ് സബ് ട്രഷറിയും വെള്ളത്തിൽ മുങ്ങി. പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലും വെള്ളം കയറി. കുട്ടനാട്ടിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മഴയുടെ ശക്തി കുറഞ്ഞിട്ടും കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടനാട്ടിലെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. മങ്കൊമ്പ് സബ് ട്രഷറി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷൻ അടക്കം ഇപ്പോൾ വെള്ളത്തിന് അടിയിലായ സ്ഥിതിയാണുള്ളത്. ഈ തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുട്ടനാട് നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ജില്ലാ ഭരണകൂടം തിരക്കിട്ട നടപടിയിലേക്ക് കടന്നതും തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. പുറംബണ്ട് നിർമ്മാണം കൃത്യമായി നടക്കാത്തത് ആണ് പാടശേഖരത്തിൽ ഉൾപ്പെടെയുള്ള വെള്ളം ഇവിടേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും, സർക്കാർ സ്ഥാപനങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലായ സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സാഹചര്യമാണുള്ളത്. ഇവിടേക്ക് ഇപ്പോൾ KSRTC സർവീസുകളടക്കം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബസ് സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ല. പത്രത്തിലേക്ക് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ദുരിതമാണ് ഇവിടെ അനുഭവപ്പെടുന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള മങ്കൊമ്പ് സബ് ട്രഷറി ദിനംതോറും ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സ്ഥലമാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന പലതരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടനാട് താലൂക്കിലെ മിക്കവാറുമുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ മങ്കൊമ്പ് പ്രദേശത്താണ്. അവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഈ മഴ ദുരിതം മൂലം ഇവിടേക്ക് എത്തുന്നില്ല. അത്തരത്തിലേക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടുകാരുടെ കഥ അങ്ങനെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. MLAക്കടക്കം പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തി. വെള്ളം ഉൾപ്പെടെ ഇറക്കിയുള്ള പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചു. ചേട്ടാ, വലിയ രീതിയിൽ ദുരിതമാണ് തുടരുകയാണല്ലേ? പിന്നെ എത്ര ദിവസമായി പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് 4 ദിവസത്തോളമായി നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാറുണ്ട്. വണ്ടിയൊന്നും, വാഹനങ്ങളെല്ലാം, പബ്ലിക് ട്രാൻസ്പോർട്ടെല്ലാം ക്ലോസ് ചെയ്ത് വരും. അതുമല്ല, അവർക്കൊന്നും വരാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വന്നാലും നീന്തി പിടിച്ച് ആര് വരാനാണ്? സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ താമസമൊന്നും ഇല്ലല്ലോ. അത് പുറംബണ്ട് പ്രശ്നമല്ലേ? പുറംബണ്ട് പ്രശ്നമാണ്. പിന്നെ കിഴക്കൻ വെള്ളം വന്നതിന്റെ ഒരു പ്രശ്നങ്ങളാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് 3 ദിവസം കൊണ്ട് വെള്ളം പെട്ടെന്ന് കയറി. അതാണ് പ്രശ്നം. ആർക്കും ഒന്നും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. മറ്റേ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടുകൂടിയാണ് കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് ഒരു തരത്തിലുള്ള പരിഹാരവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും ഉണ്ടായില്ല എന്നും വീണ്ടും ആവർത്തിക്കുകയാണ് പ്രദേശവാസികൾ അടക്കം. ഒരുപാട് ആളുകൾ അപ്പുറത്തുള്ള AC റോഡിൽ വണ്ടി ഇറങ്ങി ഇവിടേക്ക് നമുക്ക് കാണുന്ന പോലെ തന്നെ സ്വകാര്യ ബസ് അടക്കം പോകുന്ന സ്ഥലമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പൊതുഗതാഗതം അടക്കം പോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിലേക്ക് വലിയ ദുരവസ്ഥ ഇപ്പോഴും പ്രദേശവാസികൾ അനുഭവിക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. കുട്ടനാട്ടിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.